PV അൻവറുമായി ഏറ്റവും അവസാനം സംസാരിച്ച ആൾ ഞാനാണ്. എന്ന് വെച്ചാൽ UDFന്റെ ഒരു ഗൂഗിൾ മീറ്റ് നടത്തിയിട്ടുണ്ട്. ഞാനന്ന് വയനാട്ടിലായിരുന്നുവെങ്കിലും അവിടെ വെച്ച് ആ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാ UDFന്റെ നേതാക്കന്മാരും നേതൃത്വപരമായിട്ടുള്ള ആളുകളും അതിൽ പങ്കെടുത്ത് ഒരു തീരുമാനം അന്ന് എടുക്കുകയുണ്ടായി. ആ തീരുമാനം അൻവറിനെ അറിയിക്കാൻ വേണ്ടി എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. കൺവീനർ എന്നുള്ള നിലയിൽ ശ്രീ അൻവറിനെ അറിയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ മീഡിയാസിനെ കാണുന്നതിന് മുമ്പ് തന്നെ അൻവറുമായി ഫോണിൽ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. സംസാരിച്ച് ഞാൻ കാര്യങ്ങൾ സൗമ്യതയോടുകൂടി അദ്ദേഹത്തോട് സംസാരിച്ചതാണ്. പക്ഷേ അദ്ദേഹം ആ കാര്യത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ മീഡിയാസിനടുത്ത് പറയേണ്ടതായി വന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല, അത് ശ്രീ അൻവർ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് അൻവറിനെ ഇനി കൂട്ടുപോകും, അത് ഇപ്പോൾ പറയേണ്ട കാര്യമല്ല. അതൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങളുമായി ഈ അവസരം കിട്ടുന്ന സമയത്ത് പറയാം. ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം വന്നതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിനപ്പുറം ഇപ്പോൾ ഒരു കാര്യവും എനിക്ക് പറയാനില്ല. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങൾ രണ്ട് സ്വരത്തിലാണ് പോകുന്നതെന്ന് വരുത്തിക്കൂട്ടുക എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഒരു താല്പര്യമുള്ള ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ പോലും അതിൽ ഞാൻ വന്നു വീഴുന്നില്ല. അല്ല, അത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല. ആ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു മേഖല എന്നുള്ള നിലയിൽ വരുന്ന നാളുകളിലും UDF ആരെയൊക്കെ കൂട്ടണം, ആരെയൊക്കെയാണ് ഈ മുന്നണിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്ന തീരുമാനമെടുക്കുന്നത് ഞങ്ങൾ കൂട്ടായി എടുക്കത്തുള്ളൂ. അതല്ലാതെ കൊണ്ട് ഏകപക്ഷീയമായി കൺവീനർ എന്നുള്ള നിലയിൽ ഇന്ന ആളുകളെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ KPCC പ്രസിഡന്റുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മുതിർന്ന നേതാക്കന്മാരുണ്ട്, അതേപോലെ തന്നെ UDFന്റെ മുതിർന്ന നേതാക്കന്മാരുണ്ട്. അവരുമായി ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾക്ക് അന്തിമമായ ഒരു തീരുമാനമെടുക്കുന്നത്. ഇന്നലെ അങ്ങ് കൂടി പങ്കെടുത്ത പരിപാടിയായിരുന്നു പരിപാടിയിൽ വെച്ചിട്ട് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത് മഹാത്മാഗാന്ധിയോടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചത്. ഞങ്ങളിത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ ഒരുപാട് ഗുണങ്ങൾ പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്നുള്ളതാണ്. ആ ഒരു പ്രതികരണത്തോട് അല്ല, ഞാൻ അത്രയും സ്വാമിമാർ പറഞ്ഞ പ്രതികരണത്തിനൊന്നും എൻ്റെ പ്രതികരണം ഞാൻ പറയാൻ തയ്യാറാകുന്നില്ല. എന്നെ വിളിച്ചിരുന്ന ഒരു ഫംഗ്ഷനാണ്, ഞാനും അതിനകത്ത് പങ്കെടുത്തു. പ്രധാനമന്ത്രിയോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷനിൽ ഞാനും പങ്കെടുത്തതാണ്. നിങ്ങൾക്ക് ഒക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അവസരത്തിൽ ഇവരുടെ നിലപാടുകൾ എന്തായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി അവിടെ വന്നിട്ടുള്ളതാണ്. പക്ഷേ ആ കാര്യങ്ങളിലൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടാമത് തവണ പാർലമെന്റിലേക്ക് വിജയിക്കാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ അതേക്കുറിച്ച് ഒരു പ്രതികരണം ഞാനില്ല. അല്ല, മോഡിയെ പുകഴ്ത്തിക്കൊണ്ട് പരാമർശം വന്നോ എന്ന് പറയുമ്പോൾ മോഡി ഇവിടെ വന്ന് ഡൽഹിയിലോട്ട് വന്നാണ് മോഡിയെ വിളിച്ചത്, മോഡിയെ ഫംഗ്ഷനിൽ പങ്കെടുപ്പിച്ചത്. അല്ലാതെ ഇവിടെ ശിവഗിരിയിൽ വന്നല്ല ഫംഗ്ഷനിൽ പങ്കെടുത്തു. ശിവഗിരിയിൽ പലപ്പോഴും പല കേന്ദ്ര നേതാക്കന്മാരും വരുന്നു എന്ന് അന്നത്തെ ചില മന്ത്രിമാർ, എന്നേ ഞാൻ പറയുന്നുള്ളൂ, പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപനം നടത്തിയതിന് ശേഷം ഇവരാരും വരാറില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം നിർമ്മല സീതാരാമൻ വരുമെന്ന് വന്നില്ല. ഞാനും ആ ഫംഗ്ഷൻ ഉണ്ടായിരുന്നതാണ്. അതേപോലെ തന്നെ മറ്റ് പല കേന്ദ്ര നേതാക്കന്മാരും എത്തുന്നു എന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. ആ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ, ആരും അവിടെ വരാറില്ല. ശിവഗിരിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു പോലുള്ളൊരു പ്രതികരണം ഉണ്ടാകുന്നത് വലിയൊരു ആശങ്ക. അല്ല, ശിവഗിരിയുടെ ഭാഗത്ത് അങ്ങനെ സ്തുതിഗീതം പാടുന്നു എങ്കിൽ അത് അവരുടെ ഒരു നിലപാടായിരിക്കാം. ആ സ്തുതിഗീതം പാടുന്നു എന്ന് കരുതി കേരളത്തിലെ ഈഴവ സമുദായം ഒന്നും ഒറ്റക്കെട്ടായിട്ട് ഇവരോടൊപ്പം
നിൽക്കുന്നവരല്ല. പക്ഷേ ഈഴവ സമുദായത്തിന് പ്രത്യേകമായ അഭിപ്രായമുള്ളവരും ആ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരുമാണ്. അത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒരേ രാഷ്ട്രീയത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവരല്ല. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് ഈഴവ സമുദായത്തിലുള്ള ജനങ്ങൾ. അപ്പോൾ ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മൊത്ത കച്ചവടം ആരും ഏറ്റെടുക്കണം. അല്ല, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതെ, UDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ അഭിപ്രായം നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഇന്നലത്തെ പ്രതികരണം അദ്ദേഹം നടത്തി കഴിഞ്ഞു. ആ പ്രതികരണം നടത്തിയതിനു ശേഷം അതിന് എതിരായ ഒരു പ്രതികരണത്തിന് വേണ്ടി നിങ്ങൾ ആരും ശ്രമിച്ചാലും എന്നെ കിട്ടത്തില്ല. രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കമന്റ്, അതായത് അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം 10-26 വന്നേനെ എന്നുള്ളൊരു കമന്റ് അദ്ദേഹം നടത്തിയില്ല. ഇല്ല, അതേക്കുറിച്ച് എനിക്ക് അത്ര ബോധ്യമില്ല. കാര്യം എന്താണ് എന്നതിനെക്കുറിച്ച് അറിയാതെ ഒരു കാര്യം പറയുന്നത് ശരിയല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരുവനന്തപുരത്തുള്ള MP ആണ് ശശി തരൂർ. അദ്ദേഹം തുടർച്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് പക്ഷേ കേരളത്തിലെ നേതാക്കന്മാരോട് ചോദിക്കുമ്പോൾ UDF കൺവീനർ ആണെങ്കിലും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് പറയാം, അത് അവിടെ പറയട്ടെ. ജയിപ്പിച്ചു വിട്ടത് കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരാണ്. അപ്പം എന്താണ് ഇത്? കേരളത്തിലെ കോൺഗ്രസ്സുകാര് ശശി തരൂരിനെ ജയിപ്പിച്ചു വിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അല്ല, അത് അത്തരം കാര്യങ്ങൾ എന്നോട് അഭിപ്രായം ചോദിച്ചാൽ എനിക്കും പറയാനുള്ളത്, അദ്ദേഹം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിലെ അംഗം എന്ന് മാത്രമല്ല, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അപ്പോൾ AICC ആണ് ഇക്കാര്യത്തിലെ ഒരു തീരുമാനം എടുക്കാനുള്ളത്. അപ്പോൾ AICC ഒരു തീരുമാനം കൈക്കൊണ്ട് അവർ പറയുന്നതനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകാനുള്ളത്. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലാതെ വിജയിക്കാൻ പറ്റില്ല. അതിന് അവസരം കൊടുത്തത് പാർട്ടിയാണ്. എനിക്ക് തരൂരിന് കൊടുത്തതുപോലെ എനിക്കും അവസരം നൽകി, ഞാനും അവിടെ മത്സരിച്ചു. അപ്പോൾ ആ അവസരമൊക്കെ ഞങ്ങൾക്ക് തന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിനെ അദ്ദേഹം മുതിർന്ന ഒരു മേഖലയിൽ നിൽക്കുന്ന ആള് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പോലെയുള്ള ആളിന് മറുപടി പറയാൻ ഞാനിപ്പോൾ തൽക്കാലമില്ല. അത് കേന്ദ്ര AICC തീരുമാനമെടുക്കും. അല്ല, അത് ഞാൻ അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അത് അതിൻ്റെ അറിയേണ്ട ആളുകൂടി അറിയണം. എനിക്കെതിരെ ഇങ്ങനെ ഒരു നീക്കമുണ്ട്, അല്ലെങ്കിൽ എനിക്കെതിരെ ഇങ്ങനെ ഒരു അവിശബ്ദം ഉയരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഏതൊരു പാർട്ടി പ്രവർത്തകന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലുള്ളതാണ്. നിലമ്പൂര് കോൺഗ്രസും UDF വലിയ ഊർജ്ജമാണ്, സംശയമൊന്നുമില്ല. പക്ഷെ നിയമസഭയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിനകത്ത് ഒരു ഇപ്പൊ മുൻകൂട്ടി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഈ അനൈക്യമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമോ ഒരു വാസ്തവമല്ല. പലപ്പോഴും ഈ നേതാക്കൾക്കിടയിൽ അപസ്വരങ്ങളുണ്ട്. അത് ഈ അനൈക്യം മാധ്യമ സൃഷ്ടി മാത്രമാണോ? അതെ, ഈ അനൈക്യം എന്ന് പറയുന്നത് നിങ്ങളെ പോലുള്ള ആളുകൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾക്ക് ഒരു അനൈക്യം ഇല്ലാതിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂരിൽ ഇത്രമാത്രം ഭൂരിപക്ഷത്തോടുകൂടി UDF ഒറ്റക്കെട്ടായിട്ടാണ് വന്നത്. അതിനകത്ത് ഒരു സംശയം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. UDF ഒറ്റക്കെട്ടാണ് എന്നുള്ളത് തെളിയിച്ചതാണ്. ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി അടക്കമുള്ളവരെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF എത്തിക്കാൻ എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടോ? ഇല്ല, അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കും. UDF വിട്ടുപോയിട്ടുള്ള കക്ഷികൾ എന്നുള്ള നിലയിൽ അവരുമായി വർത്തമാനം പറയുവാനും സംസാരിക്കുവാനും അതിന് അവസരം ഉണ്ടാകും എന്ന് കരുതുകയാണ്. അതിന് അവസരം ഉണ്ടാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു.